പൗലോസിലേക്ക് എഴുതിയ ഒരു മനോഹരമായ ലേഖനം ഈ എബ്രായ ലേഖനം. അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ യഹൂദ സഭയ്ക്ക്, യഹൂദന്മാർക്ക് കൊടുത്തിട്ടുള്ള ഏക ലേഖനം. ബാക്കിയൊക്കെ ജാതികൾ കൂടെ ഉള്ള സഭകൾ, കൊരിന്തിയ സഭ, കൊലോസിയ സഭ ഒക്കെ ജാതികൾ കൂടുതലുള്ള സഭകളാണ്. യഹൂദ മതത്തിൽ നിന്നും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ വിശ്വാസയാത്രയിലുണ്ടായ പ്രതിസന്ധികൾ തരണം ചെയ്ത് വിശ്വാസത്തിന് വേണ്ടി വീറോടെ നിന്ന ഒരു കൂട്ടം വിശ്വാസികൾ ആണ് യഹൂദ എബ്രായ സഭ. അപ്പൊ അവർക്കാണ് പൗലോസ്ലീഹ ലേഖനം കൊടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പൗലോസ്ലീഹ ഒരു ലേഖനം കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ റീസൺ ഉണ്ടാവും, ചുമ്മാ കൊടുക്കുന്നതല്ല. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എന്നാ പിന്നെ ഇരിക്കട്ടെ കൊരിന്തിയ സഭയ്ക്ക് ഒരു ലേഖനം, അങ്ങനെ അല്ല. ഇന്ന് കാരാഗൃഹത്തിൽ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല, എന്നാൽ ഇരിക്കട്ടെ ഫിലിപ്പിയ സഭയ്ക്ക്, അങ്ങനെ അല്ല. ഓരോ ലേഖനങ്ങളുടെ പിന്നിൽ ഓരോ റീസണുകളുണ്ട്. ഈ എബ്രായ സഭയ്ക്കും ലേഖനം കൊടുക്കാനുള്ള റീസൺ ഞാൻ ആദ്യം പറയാം. വിശ്വാസത്തിന് വേണ്ടി വളരെ വില കൊടുത്തു വന്നിട്ടുള്ളവരാണെങ്കിലും ഈ പ്രസന്റ് ടൈമിൽ അവർ വളരെ ലൂസാണ്, വളരെ ലൂസാണ്. ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് സഭയുടെ അന്നത്തെ അവസ്ഥ. എന്നോട് നിങ്ങൾ വരണം. ഇത് ഈ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പോവരുത്. ഒരു സെൽഫ് ഇവാലുവേഷനും കൂടെ വേണം ഈ മെസ്സേജുകൾ കേൾക്കുമ്പോൾ. നമ്മളിത് കഴിഞ്ഞിട്ട് പറയുമല്ലോ കൊള്ളത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അത് നിൽക്കട്ടെ, ഒരു സെൽഫ് ഇവാലുവേഷൻ കൂടെ വേണം. 10 തരത്തിലെ പരാജയം എബ്രായ സഭയ്ക്കുണ്ട്. പൗലോസ് പറയുന്നു, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് ഈ ഒഴുക്കിന്റെ വക്കിലാണ് ഈ ജനം. സ്തോത്രം. ഏത് സമയത്തും പോകാം, ഏത് സമയത്തും പോകാം. അങ്ങനെ ഒഴുക്കിന്റെ വക്കില 2-ാം അധ്യായത്തിൽ രണ്ടാമത്തെ പ്രശ്നമായിട്ട് പറയുന്നത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളുടെ അകത്ത് ഉണ്ടാകരുത്. മീൻസ് അതിനകത്ത് അവിശ്വാസം ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഉണ്ടോ എന്നുള്ളത്. ഒഴുക്കിന്റെ വക്കിലാണോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് വലിയ ഐഡിയ ഇല്ല. സ്തോത്രം. മൂന്നാമത്തെ പ്രത്യേകത, സഭായോഗം മുടക്കുന്ന തരത്തിൽ നിങ്ങളിൽ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗം പണ്ടൊക്കെ ആവേശമായിരുന്നു. ആവേശം സഭായോഗം എന്നൊക്കെ പറഞ്ഞില്ല, ആവേശമായിരുന്നു. ഇപ്പൊ ഈ പണ്ടത്തെ ആവേശം ഉണ്ടോന്ന് അറിയത്തില്ല. സഭായോഗമൊക്കെ അവർ മുടക്കാൻ തുടങ്ങി, സഭായോഗം മുടക്കുന്ന തരത്തിലോട്ട് വന്നു. മൂന്നാമത്തത്, മന്ദതയുള്ളവരാകാതെ. മീൻസ് സഭയിൽ മന്ദതയുണ്ടായി. എന്തായി മന്ദത? പാട്ട് പാടുമ്പോൾ ഒരു ആവേശമില്ല. കൈയടിക്കുന്നതിനകത്ത് പണ്ടത്തെ പോലെ ഒരു പവർ ഇല്ല. അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആർക്കാണോ വേണ്ടിയാ? മിക്കവാറും പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ടാ. മന്ദതയുണ്ടോ എന്ന് ചോദിച്ചാൽ 10 മണിക്കത്തെ യോഗത്തിന് 10:30 ആകുമ്പോഴെങ്കിലും നമ്മൾ എത്തിച്ചേരും. 10 മണിക്കത്തെ യോഗത്തിന് 10:30 നമ്മൾ എത്തിച്ചേരും. അത് മന്ദതയാണോ ആവേശമാണെന്ന് അറിയത്തില്ല, പക്ഷെ എത്തുമ്പോൾ 10:30 ആവും. പിന്നെ രസകരമാണ്, നമുക്ക് സ്വല്പം ഉത്സാഹമുള്ളത് 12:30 യോഗത്തിന് 12 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോകും. അവിടെ നമുക്ക് ആ ഉത്സാഹവും വരവിൽ നമുക്ക് മന്ദതയുമാണ്. എന്നോട് നിങ്ങൾ വരണം. ഇവർക്ക് മന്ദതയുണ്ടായി, ഇവർക്ക് ഉത്സാഹക്കുറവുണ്ടായി. ഉത്സാഹമില്ല, പണ്ടത്തെ പോലെ ഉത്സാഹമില്ല. കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്ന് ഉണ്ടോ എനിക്ക് അറിയത്തില്ല. കാരണം ഈ ലൈവ് ഉള്ളത് കൊണ്ട് കാശ് മുടക്കണ്ട, വണ്ടി എടുക്കണ്ട, ഡ്രസ്സ് മാറണ്ട, കുളിക്കണ്ട, പല്ല് തേക്കണ്ട. നമ്മുടെ ഈ സാധനം ഓൺ ചെയ്ത് വെച്ചാൽ മതി. കോവിഡ് വന്നതുകൊണ്ട് പിള്ളേർക്കും ഈ സാധനമുണ്ട്. കോവിഡ് കാലത്താണ് നമ്മൾ ഈ പിള്ളേർക്ക് ഇത് മേടിച്ചു കൊടുത്തത്. അപ്പൊ ഈ വീട്ടിൽ 2, 3, 4 സാധനം ഉള്ളതുകൊണ്ട് വെച്ചാൽ മതി. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ ഇത്രയും സെറ്റപ്പുകളില്ലല്ലോ. ഇതിപ്പോ എന്തോ സെറ്റപ്പാണ് നമ്മുടെ കൺവെൻഷൻ. പണ്ട് ഇത്രയും സെറ്റപ്പുകളില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒന്നും ഈ മാറ്റിടാത്ത കാലത്തെ കൺവെൻഷൻ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇത് മാറ്റിടാത്ത കാലത്തിലെ കൺവെൻഷൻ. അയ്യോ, അന്നൊക്കെ ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ ഇവിടെ ഇരിക്കുക. എനിക്ക് ജെറാഡ് വാസിന്റെ അമ്മയാണോന്ന് അറിയത്തില്ല. കുറെ ഹല്ലേലൂയാ എന്നൊക്കെ പറയുന്ന കേട്ട കിടുങ്ങൂന്ന്, ഗ്രൗണ്ട് കിടുങ്ങൂന്ന്. സ്തോത്രം. ഇന്നിപ്പോ അങ്ങനെ ഗ്രൗണ്ട് കിടുങ്ങുന്ന ഹല്ലേലൂയ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉത്സാഹത്തിന്റെ കുറവ് വന്നു. അടുത്തത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയില്ല. മീൻസ് ധൈര്യം പോയി. പണ്ട് എന്തായിരുന്നു അറിയാമോ? സ്തോത്രം, സ്തോത്രം. പണ്ട് കവലകൾ വിഷയമല്ലായിരുന്നു. ഒരുത്തിനെതിര് വന്ന പ്രശ്നമല്ലായിരുന്നു, അടിച്ചാൽ പ്രശ്നമല്ലായിരുന്നു. അസാധാരണ ധൈര്യം ഉണ്ടായിരുന്നു.
പക്ഷെ ഇന്ന് ധൈര്യം ചോർന്നു പോയി. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഏകദേശമൊക്കെ ഈ സഭയോട് തുലനം ചെയ്തു പോകും നമ്മളുമൊക്കെ. രക്തത്താൽ ചെയ്യാം. ഇതുപോലെ കറങ്ങുന്ന ഫാനിന്റെ ചോട്ടിൽ അടിപൊളി കസേരയ്ക്കകത്തിരുന്ന് ഗ്ലോറി പറയുന്ന കാര്യത്തിലല്ല ഞാൻ ഈ പറയുന്നത്. പ്രതിസന്ധി മുമ്പിൽ കയറി വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവനെ കുറിച്ചാണ് ഇന്ന് രാത്രി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രക്തത്താല് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ 10-35 പ്രസംഗവും കേൾപ്പിച്ച് ലക്ഷക്കണക്കിന് കാശ് മുടക്കി കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ അഭിപ്രായം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല ഈ ആനുവൽ കൺവെൻഷനുകൾ. ഇതൊരു വർഷം മൊത്തം നീണ്ടു നിൽക്കുന്ന ആത്മീയ അനുഗ്രഹത്തിന്റെ തുടക്കമായി മാറാൻ വേണ്ടിയാ ഈ കൺവെൻഷനുകൾ നടക്കുന്നത്. ഇന്ന് രാത്രി ഈ മെസ്സേജുകൾ കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞു പോകാതെ ആവശ്യമായ ആത്മശക്തി പ്രാപിച്ചു വേണം തന്നെ മടങ്ങിപ്പോകാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. അവരുടെ ധൈര്യം ക്ഷയിച്ചു. അകത്തൊരു ഉൾഭയം വന്നു. കൊല്ലുവോ, അടിക്കുമോ, പിടിക്കുമോ, പ്രശ്നം വന്നു. അകത്ത് ഭയം വന്നു. അതിന്റെ റീസൺ ഞാൻ പറയാം. സ്തോത്രം. ധൈര്യം ചോർന്നു പോയി. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നുണ്ട്, എവിടെയോ ചോർന്നു പോയ, ക്ഷയിച്ചു പോയ ചില ധൈര്യങ്ങൾ, പ്രതിഫലമുള്ള ധൈര്യത്തെ ഇന്ന് രാത്രി ആരുടെയൊക്കെ ഉള്ളിൽ പകരാൻ തമ്പുരാന് കൊതിയുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പ്രാപിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്? ആ കാര്യം ഒന്ന് അടിച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, ഈ രണ്ടാമത് രാത്രിയിൽ എന്റെ അകത്ത് ഒരമിത ശക്തിയെ അവിടുന്ന് പകർന്നേ പറ്റത്തുള്ളൂ. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാര്യമൊന്ന് അടിച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യോ. ധൈര്യം ചോർന്നു. എബ്രായ സഭയുടെ അടുത്ത പ്രശ്നം സഹിഷ്ണുത പോയി. എന്തുവായി സഹിഷ്ണുത? പച്ച മലയാളത്തിൽ പറഞ്ഞ സഹിക്കാനുള്ള മൈൻഡ് അത് പോയി. നമുക്ക് പിന്നെ അത് ഉണ്ടല്ലോ. നിങ്ങൾ വേണ്ടുന്നില്ല, നിങ്ങൾ വേണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല എന്നോർത്ത് ഞാൻ നിർത്താൻ പോകുന്നു? ഇല്ല. 9 മണിയല്ലയോ നമ്മുടെ സമയം. രക്തത്താല് ചെയ്യും. സ്തോത്രം, സ്തോത്രം. സഹിക്കാൻ. യെസ്, ഞാൻ എപ്പോഴും ദൈവത്തോട് പറഞ്ഞ കാര്യം, കർത്താവ്, രണ്ടാമതൊരു യോഗത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ എന്നെ അനുവദിക്കരുത്. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചോളും. ജനത്തിന്റെ ഉള്ളം പടയണം, ജനത്തിന്റെ ഉള്ളം കത്തണം, മാനസാന്തരപ്പെടണം, ജനം മടങ്ങി വരണം. അല്ല പിന്നെ എന്നാ യോഗമാ? ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. യേശു വരാറായെന്നായി പറഞ്ഞു വരുന്നത്. സ്വർഗത്തിലേക്ക് പോകാൻ സമയമായെന്ന. കഴിഞ്ഞ കൊല്ലം വീറോണം നടന്ന എത്ര എണ്ണം പാട്ടുപാടി അടക്കം കഴിഞ്ഞു. അടുത്ത കൊല്ലമൊക്കെ ഉണ്ടാകുമെന്ന് ഇവിടെ പറയാൻ ആർക്കാ ധൈര്യമുള്ള? ഇത് സമാപന യോഗമാണെന്ന് ചിന്തിച്ച് ഇന്ന് രാത്രി വചനത്തിലേക്ക് മടങ്ങി വരാൻ അകത്ത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? Somebody shout hallelujah. അവരുടെ സഹിഷ്ണുത പോയി, സഹിക്കാൻ മൈൻഡ് പോയി. സ്തോത്രം. ഈ സഹിഷ്ണുത പോയാലുള്ള ചിന്ത പിന്നെന്തുവാ? എന്നെ അടിച്ചാൽ അന്നേരം അവനുടെ തമ്പുരാൻ എന്ത് ചെയ്യണം? അടി കൊടുക്കണം. അങ്ങനെയൊക്കെ. എന്നാ ഈ സഹിഷ്ണുത പോയാൽ, സഹിഷ്ണുത ഉണ്ടെങ്കിൽ തമ്പുരാനെ പൊറുക്കണേ, തമ്പുരാനെ പൊറുക്കണേ, അല്ലേ? ആ മൈൻഡ് അങ്ങ് മാറി. ലിസൺ ടു മീ പ്ലീസ്, ലിസൺ. സഹിക്കാനുള്ള മൈൻഡ് പോയി. ഇനി അടുത്ത കാര്യം കേൾക്കണോ? അവരുടെ കൈകൾ തളർന്നു. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തിവിൻ. തളർന്നു പോയി കൈ മീൻസ് ആരാധനയില്ല, കൊടുക്കുന്നുമില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. കൺവെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് 1000 തേങ്ങ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് തെങ്ങമ്മ 1000 തേങ്ങ. അയ്യോ. പിന്നെ ആവശ്യത്തിന് ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കൺവെൻഷന് കേട്ടുന്ന ഓഫറുകളാണ്. ഇന്നും അടുത്തു. കൈകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. സ്വോത്രകാഴ്ച ഇടാനുള്ള തന്റെ ഇടം വരുന്നില്ല. ദശാംശത്തിൽ കൃത്യതയില്ല. കൈകൾ കുഴഞ്ഞു. അടുത്തത് തളർന്നു മുഴങ്കാൽ. പ്രാർത്ഥനയില്ല. ഇനിയിപ്പോ എന്നെ പ്രാർത്ഥിക്കാന്, ഇനിയിപ്പോ എന്നെ അന്യഭാഷ പറയാന്, ഇനിയിപ്പോ എന്നെ പാടാന്, ഇനിയിപ്പോ എന്നെ കൊടുക്കാന്. വിശ്വാസത്യാഗത്തിന്റെ അറ്റത്ത് നിൽക്കുന്ന സഭയാണ് എബ്രായ സഭ. ഇന്ന് രാത്രി അവരെ കുറിച്ച് പറയുമ്പോൾ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തണം. നമ്മുടെ അകത്ത് അതുണ്ടോ? നാം വിശ്വാസത്തിലാണോ? ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവരെ മടക്കി കൊണ്ടുവരിക എന്നുള്ളത് അതിന്റെ ഉദ്ദേശം. എനിക്ക് കേൾക്കണോ? സത്യത്തിൽ ഈ സഭ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അയ്യോ, എബ്രായ സഭയെ കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കങ്ങ് ആവേശം വരും. അത്ര നല്ല സഭയാണ് താമസിച്ച. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്,
എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം കിട്ടിയ ശേഷം ലിസൺ, നിന്ദകളാലും. അപ്പൊ ഈ ടിക്കറ്റ് പെന്തിക്കോസി വന്നവരല്ല. പെന്തിക്കോസി വരാൻ ഇപ്പൊ ഏറ്റവും എളുപ്പമാർഗം ടിക്കറ്റ് എന്നുള്ളതാണല്ലോ. കൺവെൻഷൻ ഞങ്ങൾ ഈ ഡിസിഷൻ കാർഡ് ഉണ്ടാക്കും, അതിനകത്ത് താഴെയുണ്ട് രക്ഷിക്കപ്പെടുന്നോ, കോളത്ത് ടിക്കിട്ടാ മതി. ടിക്കിട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടണം, താഴെ ടിക്ക്. സി, അങ്ങനെ ടിക്കറ്റ് വന്നവരല്ല. ഇന്നിപ്പോ ടിക്കിട്ടാ മതി എന്നായിട്ടും ആരും വരുന്നില്ലെന്നുള്ളതാ. രക്തത്താലും ചെയ്യാം. ഇന്നിപ്പോ കൈവക്കണ്ട. പണ്ടൊക്കെ പാപബോധത്തെ കുറിച്ച് ആ മെസ്സേജുകൾ, പാപബോധം പ്രസംഗിക്കും, ജനത്തിന്റെ അകത്ത് പാപത്തെ കുറിച്ച് ചിന്ത വരും, രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടോന്ന് ജനം ചിന്തിക്കുമ്പോൾ പ്രസംഗകൻ പറയും, നീ പേടിക്കണ്ട, നിന്റെ പാവം എത്ര കടിച്ചുമപ്പാണെങ്കിലും അത് രക്താംബരം പോലെ വെളുപ്പിക്കുന്ന യേശു ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവനെ നീ വിശ്വസിക്കാൻ കരഞ്ഞ് കൂവിയാ കൈവക്കുന്നേ. ഇന്ന് ആ പരിപാടിയില്ല. ടിക്കിട്ടാ മതി. ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ? സ്തോത്രം. രസകരമായ കാര്യം, ടിക്കിടാൻ പേനയില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും. ഇനി അഥവാ ടിക്കിടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് പറയും, ഞങ്ങൾ എന്ത് ചെയ്യും, ടിക്കിടും. സി, ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തിട്ടും കൺവെൻഷനിൽ ടിക്കിടാൻ പോലും ഒരാളില്ല. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്നാ ചിന്തിക്കുന്നത്? ടിക്കിടാൻ പോലും ആരുമില്ല. പക്ഷേ ഇവരങ്ങനെ ടിക്കിറ്റ് വന്നവരല്ല. പിന്നെ നിന്ദകൾ, പിന്നെന്തുവാ, പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങോട്ട് നോക്ക, ആട്ടി എന്ന്. ആട്ടി. ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ കൊണ്ടേക്കുന്നത്? പീഡനങ്ങൾ. നമുക്കിവിടെ അടിയില്ലല്ലോ. നമ്മളെ പരസ്യയോഗം നടത്തുന്നിടത്ത് വന്ന് ഒരുത്തൻ ഭീഷണിപ്പെടുത്തിയാൽ അടുത്ത ഗുഡ് ന്യൂസിലെ മെയിൻ പേജിലെ വാർത്തയാ, കൊളനടയിൽ പരസ്യയോഗം നടത്തിയപ്പോൾ ഇന്നയാള് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. മറ്റത് അടിയാ. ഇവിടെ ഭീഷണിക്ക് നമ്മൾ വലിയ കാൽവരയാ, മറ്റത് അടി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? നിന്ദകൾ. യെസ്, മടങ്ങി വന്നേ പറ്റൂ. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. മടങ്ങി വന്നേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. സ്വോത്ര സുഖിപ്പിക്കാനുള്ള മെസ്സേജ് ഒന്നും പറയുന്ന കാലഘട്ടം കഴിഞ്ഞു. രക്തത്താൽ ജയം. സ്വർഗത്തിൽ പോകാനാണ് ഇതിനകത്ത് വന്നതെങ്കിൽ, സ്വർഗരാജ്യമാണ് പ്രതീക്ഷയെങ്കിൽ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. തിരിച്ചറിയുന്നവർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. വേറെ മാർഗം എന്നാ ഉള്ളത്? വേറെ മാർഗം എന്നാ ഉള്ളത്? നിന്ദകൾ ഉണ്ടായിരുന്നു. പിന്നെ പീഡനങ്ങൾ. നാലാഠി. സ്തോത്രം. പീഡനങ്ങൾ കൂത്തുകാഴ്ചയായി ഭവിച്ചു. പരിഹാസം. എങ്ങനെ? പബ്ലിക്കലി പരിഹസിക്കും. കൂത്തുകാഴ്ചയായി ഭവിച്ചു. ഇനി കേൾക്കണോ? ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിരുന്നു. മീൻസ് അന്നത്തെ പെന്തിക്കോസ് രംഗത്ത് അനുഭവമുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. അനുകരണ പെന്തിക്കോസ്. എന്റെ മോൻ ഏബല ചർച്ചിൽ ഡ്രം സെറ്റ് വായിക്കുന്നത്. സത്യത്തിൽ അവൻ പെന്തിക്കോസുകാരനല്ല കേട്ടോ. അയാളെ ഈ ഡ്രം സെറ്റ് വായിക്കുന്നത്. അവൻ പെന്തിക്കോസുകാരനല്ല സത്യത്തിൽ. അപ്പം പാസ്സായതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നതാ? നിങ്ങൾ മിണ്ടുന്നില്ല. പേഴ്സണലി അവനൊരു ഡിവൈൻ ടച്ച് ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായി മാനസാന്തരത്തിലേക്ക് അവൻ വന്നിട്ടില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നേ. പക്ഷെ അവൻ എന്നെ ഭയങ്കര ഹെൽപ്പാ. എനിക്ക് സൗണ്ട് സിസ്റ്റം അവനാ വർക്ക് ചെയ്യുന്നേ, ഡ്രം സെറ്റ് അവനാ അടിക്കുന്നേ. സ്തോത്രം. വെള്ളം കൊണ്ടുവെക്കുന്ന അവനാ. സാക്ഷി പറയുന്നവർക്ക് മൈക്ക് കൊടുക്കും. പക്ഷെ ശരിക്കും പുള്ളി പെന്തക്കോസ്തുകാരനല്ല. സ്തോത്ര കുറ്റപ്പെടുത്തുകയല്ല. എന്റെ മോനല്ലേ. അവൻ എന്റെ മോനായതുകൊണ്ടും ഞാൻ പാസ്റ്റർ ആയതുകൊണ്ടുമാ അവനവിടെ നിൽക്കുന്നേ. ഞാൻ പാസ്റ്റർ അല്ലെങ്കിൽ ഞാൻ എവിടാണോ അങ്ങോട്ട് പോയനെ. അനുകരണ പെന്തിക്കോസ്ത് അല്ല, ഇത് അനുഭവ പെന്തിക്കോസ്താ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പെന്തിക്കോസ്തിനകത്തൊക്കെ ആ ടൈപ്പ് ഒത്തിരി സാധനങ്ങളുണ്ട്. അനുകരണ പെന്തിക്കോസ്ത്. പല്ല് കണ്ട് വന്നിട്ട് പഴം കണ്ടു പോകുന്ന താരങ്ങൾ ഒത്തിരി ഉണ്ട്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു നല്ല പാസ്റ്ററിന്റെ പല്ല് സുന്ദരമായിരുന്നു, മനോഹരമായ പല്ല് കണ്ടപ്പോൾ ചിന്തിച്ചു, അച്ഛാ ഇനി അച്ചായൻ്റെ കൂടെ പെട്ടി എടുത്തു പോയി. പക്ഷേ എവിടോ ചെന്നപ്പോൾ അച്ചായന് പഴം കൊടുത്തു. കൂടെ വന്ന പെട്ടി എടുത്തവന് പഴം കൊടുത്തില്ല. അപ്പൊ അയാൾ പഴം കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഇട്ടേച്ചു പോയി. പല്ല് കണ്ട് വന്നവൻ പഴം കണ്ടുപോയി. അനുകരണ പെന്തിക്കോസ്തിന്റെ പ്രശ്നം, എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ ഇട്ടേച്ചു പോകും. എന്നാൽ അനുഭവ പെന്തിക്കോസ്ത് ഒരു പ്രതിസന്ധിക്കകത്ത് മങ്ങിപ്പോകത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്ന് വീശി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കോ. നിന്ദകളും പീഡനങ്ങളും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ഇനി കേൾക്കണോ? അത് ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിരുന്നു. അതിനൊക്കെ രസകരമായ കാര്യം, ലിസൺ. അടുത്ത കാര്യം, തടവുകാരോട് നിങ്ങൾ സഹതാപം കാട്ടിയത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞിട്ട് സമ്പത്തിന്റെ അവകാരം സന്തോഷത്തോടെ സഹിച്ചെന്ന്. നമുക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇന്നോവ കാറി വന്നതാ. ഒരാൾ പറഞ്ഞു, സ്വർഗത്തിൽ പ്രതിഫലം കിട്ടത്തില്ലയോ പാസ്റ്ററെ, ആ ഇന്നോവ ഞാൻ കൊണ്ടുപോക്കട്ടെ ചോദിച്ചാൽ ചിരിച്ചോണ്ട് കൊടുത്തു വിട്ടെന്ന് അവര്.
നടക്കുന്ന കാര്യമല്ലയോ? നിങ്ങൾ മിണ്ടുന്നില്ല. ആണെന്ന് ഈ ബൈബിള് സന്തോഷത്തോടെ സഹിച്ചെന്ന സമ്പത്തിന്റെ അപകാരം. പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്ത് നോക്കിയേ, അപ്പൊ വിവരം അറിയാം. നമ്മളെ ഈ ഗ്ലോറി വിക്ടറി ഒക്കെ പറയുമെങ്കിലും, കാൽവറി വിക്ടറി എന്നൊക്കെ പറയുമെങ്കിലും, പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ എടുക്കട്ടെ, അപ്പൊ അറിയാം കാര്യങ്ങൾ. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മളെ ഈ പാട്ടിനകത്തുള്ള പരിപാടിയല്ലേ ഉള്ളൂ. പാട്ട് പാടുമ്പോ നമ്മൾ പാടത്തില്ലയോ, എന്നെ തരുന്നു, കേട്ടിട്ടില്ലയോ? നിന്നെ തരണ്ട, പേസ് ഇട്ടാ മതി. സ്വോത്രകാഴ്ചക്കകത്ത് ഇടുമോ? സ്വോത്രം. കൊട്ടിയും പാടിയും നരകത്തിൽ പോകുന്ന ഒരു ടീമായിട്ട് മാറല്ലേ. ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചു കയറിയേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ആ കരമൊന്ന് വീശി ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചെന്ന് മീൻസ് ചിരിച്ചോണ്ട് കൊടുത്തെന്ന്. അച്ഛന് വേണോ ആ ഷെയർ? അച്ഛൻ കൊണ്ടുപോകോ. കൊച്ചാതിന് വേണോ? ആട്ടച്ച കൊണ്ടുപോകോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടായോ? അവരുടെ വാക്ക് കേൾക്കണോ? വേണ്ട. ഞാൻ ചോദിച്ചു, വായി, ഞങ്ങൾക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടെന്ന്. മിണ്ടുന്നില്ല. സ്വർഗത്തിൽ സമ്പത്തുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി സ്വർഗമുണ്ടെന്ന്? വെളിപ്പാട് പുസ്തകം വായിച്ചോ? അവർ പറഞ്ഞു, ഞാൻ വെളിപ്പാട് വായിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, ബൈബിൾ വായിക്കാൻ മടിയാണോ? അവർ പറയാ, ബാസേ ബൈബിൾ വായിക്കാൻ മടിയായിട്ടല്ല, വെളിപ്പാട് പുസ്തകം അന്ന് എഴുതിയിട്ടില്ല. സ്വർഗത്തെ കുറിച്ച് അറിയത്തില്ല, സ്വർഗത്തിന്റെ ചിന്തകളെ കുറിച്ച് അറിയത്തില്ല, പ്രതിഫലത്തെ കുറിച്ച് അറിയത്തില്ല. ഇതൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അത്രയ്ക്ക് സമർപ്പണം എബ്രായ സഭയ്ക്കുണ്ടെങ്കിൽ നാം ഒരു ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ കാര്യം ഒന്ന് അടിച്ച് കർത്താവിനെ ഒരുമിച്ച് ഇന്ന് രാത്രി സ്തുതിച്ചേ. യേശുവിൻ നാമത്തിൽ ഈ രണ്ടാമത്തെ രാത്രി ജനമൊന്ന് മടങ്ങി വരട്ടെ. വെളിപ്പാട് പുസ്തകം അവർ വായിച്ചിട്ടില്ലെന്ന് എഴുതിയത് 96 ഈ പുസ്തകം എഴുതിയേക്കുന്നത് 67 പിന്നെ 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് വെളിപ്പാട് പുസ്തകം വരുന്നത്. അപ്പൊ അവർക്ക് അറിയത്തില്ല, വീതി സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതമാണ് സ്വർഗം. ഞാൻ ചോദിച്ചു, അറിയത്തില്ല? ഇല്ല പാസ്റ്ററെ, വെളിപ്പാട് പുസ്തകം ഇല്ലല്ലോ. നമുക്കറിയാം കേട്ടോ, നമുക്ക് സ്വർഗം എന്താണെന്നറിയാം, സ്വർഗത്തിൽ ചെന്നാൽ എന്തോ കിട്ടുമെന്നറിയാം, അവിടെ നമ്മൾ ആരായിരിക്കും എന്നറിയാം, പക്ഷെ കൈയടിക്കത്തില്ല. സ്തോത്രം. ഞാനേ മുളക്കുഴ പഠിച്ചപ്പോൾ ഞങ്ങളെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചത് POI സാറായിരുന്നു. 3 അധ്യായമാണ് പഠിപ്പിച്ചത്. കാരണം സാറ് തിരക്കായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് പൂർണ്ണമായി മനസ്സിലാകാത്തത് കൊണ്ട് ഞങ്ങൾ അതിരൂപൻ സാറിന്റെ ചാർട്ട് ഇട്ട് പഠിച്ചു. വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്തു. ചാർട്ട് ഇട്ട് നിത്യത മുതൽ നിത്യത വരെ വെളിപ്പാട് ദാനിയേൽ പരിപാടിയൊക്കെ പഠിച്ചെങ്കിലും കൊടുത്താൽ അളവുണ്ട്, ആരാധിച്ചാൽ അളവുണ്ട്. അതിനപ്പുറത്തോട് ഞങ്ങൾ പോകത്തില്ല. ചാലഞ്ച് ചെയ്യാ ഞാൻ. എബ്രായ സഭ കണ്ടോ, വെളിപ്പാട് പുസ്തകം കണ്ടിട്ട് പോലുമില്ല, പക്ഷേ നിത്യതയിലെ പ്രതിഫലത്തെ കുറിച്ച് അവർ കുറിപ്പുണ്ടായിരുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുള്ള എത്ര വലിയ മക്കൾ. എനിക്ക് അറിയത്തില്ല, ഹെൽപ്ലെസ്. എനിക്കിതിനപ്പുറമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തൊരു ചിന്തയെങ്കിലും കോറിയിടാൻ പറ്റിയ ഞാൻ സക്സസ് ആണ്. ഈ രാത്രിയിലെ എൻ്റെ മെസ്സേജ് സക്സസ് ആണ്. നിങ്ങളുടെ കൈയടി എൻ്റെ പ്രശ്നമല്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് റിസൾട്ട് പറയുന്ന എനിക്ക് പ്രശ്നമല്ല. ഏലപ്പാറയ്ക്കടുത്ത് ഗലിമറിയ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഗ്രാമത്തിൽ കൂലിപ്പണി ചെയ്യുന്ന അപ്പൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ച ആളാ. ആയിരങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കാൻ ഈ വേദി നിർത്തിയത് തമ്പുരാനാണെങ്കിൽ തമ്പുരാനെ മാത്രം പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി പറ, തമ്പുരാനെ ഞങ്ങൾക്കൊന്ന് മടങ്ങി വരണം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും അവർ സന്തോഷത്തോടെ എന്ത് ചെയ്തു? സഹിച്ചവരാ. ആ സഭ ഇന്ന് പക്ഷെ പ്രതിസന്ധിയില്ല. അതിന് കാരണം അറിയാമോ? ഇന്നിപ്പോ ആരാധനയ്ക്ക് ഒരു പവർ ഇല്ല, മന്ദതയാ, യോഗത്തിന് പോകുന്നില്ല, ഡൗൺ ആയി. അതിന് കാരണം എന്നാ? ഒറ്റ കാരണമുള്ളൂ, പീഡനം. ഭയങ്കര പീഡനമാണ് വരുന്നത്, പ്രതിസന്ധി. ഇപ്പൊ നമുക്കതില്ല. നീറോടെ കാലഘട്ടം ഈ കാലഘട്ടം. ആട്ടി എന്ന് പറഞ്ഞ് നൂർത്തുകളയും. വയറ് നിറയെ വെള്ളം അടിച്ചു കയറ്റിയിട്ട് മലർത്തിക്കെടുത്തിട്ട് കുതിരകളെ കൊണ്ട് ഓടിച്ച് വയറ് ചവിട്ടി പൊട്ടിച്ചു കൊല്ലും. ഹിംസ്രജീവികൾക്ക് ഫുഡ് കൊടുക്കാതെ വിഷം നിടിയിച്ചിട്ട് അവരുടെ മുമ്പിലോട്ട് വലിച്ചെറിയും വിശ്വാസികളെ. സിംഹങ്ങൾ ഈ വിശ്വാസികളെ കടിച്ചു കീറും.
അനേകരും മരണപ്പെട്ടു. പക്ഷെ നിങ്ങൾക്കറിയാമോ, പ്രതിസന്ധി ഒത്തിരി ഉണ്ടെങ്കിൽ ചർച്ച് ക്ലോസ് ചെയ്തില്ല. ചർച്ച് ക്ലോസ് ചെയ്തില്ല. കാരണം നാളെ എൻ്റെ കൊച്ചാണെങ്കിലും വേണ്ടില്ല, ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞ ടീമുകളാ വിശ്വാസികൾ. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കണം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയ ചിന്തയനുസരിച്ച് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അതിലേക്ക് മടങ്ങി വരിക. ഈ രാത്രി എത്ര പേർക്ക് ദൂതേറ്റെടുക്കാൻ മനസ്സുണ്ട്? ആമേൻ. ഇവരെ ഒന്ന് ജീവിപ്പിക്കുക എന്നുള്ളതാണ് ലേഖനത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അവിടെ പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ പോകുന്നത്. സകല ഭാരവും, ഈ ഭാരവും പാവവും വിട്ടോടുക എന്നുള്ളതാ. നമുക്ക് ഈ ഭാരം ഉണ്ടോന്ന് നമ്മളെ വിളിക്കുന്ന പേര് തന്നെ ഭാരവാഹിന്ന. സ്തോത്രം അല്ലേ? കൺവെൻഷന്റെ ഭാരവാഹികൾ, സഭയുടെ ഭാരവാഹി, പേര് തന്നെ ഭാരവാഹിന്ന. ഭാരവാഹികൾ. പിന്നെ ഭാരം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഏത് ഭാരവാ? ഫിസിക്കലി നോ. പിന്നെ മെന്റലി, മാനസിക ഭാരം. യെസ്. കൺവെൻഷൻ എത്ര കഴിഞ്ഞാലും, പ്രസംഗം എത്ര കേട്ടാലും അകത്തളത്തിലുള്ള ഭാരങ്ങൾ വിട്ടൊഴിയുന്നില്ലെങ്കിൽ നിന്റെയും നിത്യതയുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ അന്യഭാഷയും കയ്യടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് കിടക്കുക എന്ത് ഭാരങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. കിൻഡല് കണക്കിന് ഭാരം നിന്റെ അകത്ത് വെച്ചേക്കുക. കേൾക്കുന്നവന്റെ ഭാരം മാത്രമല്ല, പറയുന്ന എന്റെ ഭാരവും മാറണം. ഇത് ഓട്ടത്തെ തടയും, ഓട്ടത്തെ ബാധിക്കുമോ? യെസ്. ഒരു കൊച്ചു എക്സാമ്പിൾ പറയാമേ. രണ്ടുപേർ ഒന്നിച്ചോടി. അത് യോഹന്നാനും പത്രോസുമാണ്. ഇരുവരും ഒന്നിച്ചോടി. പക്ഷെ അവിടെ യോഹന്നാൻ ആദ്യം ചെന്ന്, പത്രോസ് രണ്ടാമനായിപ്പോയി. നിങ്ങൾക്കറിയാമോ, മൂന്നിടത്ത് അപ്പോസ്തലന്മാരുടെ പേരുണ്ട് ബൈബിളിൽ. മത്തായി, മർക്കോസ്, ലൂക്കോസ്. മൂന്നിടത്തും ഒന്നാമൻ പത്രോസ്, ഒടുക്കത്തവൻ യൂദ. മർക്കോസ് ഒന്നാമൻ പത്രോസ്, ഒടുക്കത്തവൻ യൂദ. ലൂക്കോസ് ഒന്നാമൻ പത്രോസ്, ഒടുക്കത്തവൻ യൂദ. മൂന്നിടത്ത് ഒന്നാമൻ. കടലിൽ ചാടാൻ ഒന്നാമൻ, ചെവി വെട്ടാൻ ഒന്നാമൻ, വെളിപ്പാട് പറയാൻ ഒന്നാമൻ. ചരിത്രത്തിൽ ആദ്യമായി അവൻ രണ്ടാമനായി പോയി. എവിടെ? യേശു ഉയർത്തെന്ന് കേട്ടപ്പോൾ ഒറ്റ ഓട്ടമാ യോഹന്നാനും പത്രോസും കൂടെ. പക്ഷെ എന്ത് ചെയ്യാം? പത്രോസ് പതുക്കെ ഡൗൺ ആകുന്നു, യോഹന്നാൻ മുമ്പോട്ട് കയറി. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി? ഇന്നലെ വരെ ഫസ്റ്റ് ആയിരുന്നല്ലോ. ആന്ന് പാസ്റ്ററെ, ഇന്നിപ്പോ ഈ രണ്ടാമനാകാൻ കാരണം അല്ല, ഞാനേ യേശുവുമായിട്ട് ലാസ്റ്റ് തമ്മി പിരിയുമ്പോ തള്ളി പറഞ്ഞിട്ടാ പിരിഞ്ഞേ. അതുകൊണ്ട് ഇപ്പൊ എന്നാ കുഴപ്പം? യേശു കേട്ടില്ലല്ലോ. അല്ല, യേശു അറിഞ്ഞു. ഞാൻ ചോദിച്ചാൽ എങ്ങനെ? കോഴി കൂവിയപ്പോ ഞാൻ പെട്ടെന്ന് നോക്കി യേശുവിനെ. നോക്കിയതിന്റെ കാരണം ഇത്രേ ഉള്ളു. കോഴിയുടെ കൂവൽ യേശു കേട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാ. നോക്കിയപ്പോ യേശു കേട്ടു. യേശു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, കോഴിയുടെ കൂവൽ യേശു കേട്ടെങ്കിൽ ഞാൻ തള്ളി പറഞ്ഞ കാര്യം ആരറിഞ്ഞു? അപ്പൊ ഈ ചിന്ത അകത്ത് വന്നപ്പോ, ഇനി ഞാൻ ഓടിച്ചെന്നാൽ ഇനി പത്രോസെന്ന് വിളിക്കുമോ? തള്ളി പറഞ്ഞിട്ട ഈ ഓട്ടം. എന്റെ അടുത്തേക്ക് ഓടുണ്ട്. ഓടി തുടങ്ങുമ്പോ അകത്ത് ഭയം. പത്രോസെന്ന് വിളിക്കുമോ? കെട്ടിപ്പിടിക്കുമോ? തള്ളി പറഞ്ഞില്ലാണെന്ന് ചോദിക്കുമോ? അടിക്കുമോ? ഈ മാനസിക ഭാരം അയാളുടെ ഓട്ടത്തിന്റെ വേഗത കുറച്ചു. നിങ്ങൾക്ക് ഇത് റിസീവ് ചെയ്യണമെങ്കിൽ ചെയ്യാം, തള്ളുന്നെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഐ ഡോണ്ട് കെയർ. എനിക്കതൊരു ഭാരമല്ല. പക്ഷെ എനിക്കൊന്നറിയാം, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഹാളിനകത്ത് കയറിയത്, എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രയർ ഹാളിൽ കയറിയതാ. 3 മണിക്കാണ് ഞാൻ ആ പ്രയർ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. രക്തത്താൽ ചെയ്യാം. സ്വർഗം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, സ്വർഗം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തമ്പുരാൻ നൽകിയ ആലോചന ശിരസാൽ വഹിച്ച് മടങ്ങി വരാൻ അകത്ത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ? somebody shout hallelujah. എനിക്ക് രസകരമായി തോന്നിയ മറ്റൊരു കാര്യമുണ്ട്.
കോഴി കൂവിയപ്പോ പത്രോസ് ഒറ്റ നോട്ട് നോക്കി യേശുവിനെ കോഴിയുടെ കൂവൽ കേട്ടോന്നാ. ഇനി കേട്ടെ അടുത്ത കാര്യം കേൾക്കണം. ഈ കോഴിയാ കൂവാൻ പോകുന്ന എന്ന് പത്രോസിനെങ്ങാനും മുന്നമേ മനസ്സിലായിരുന്നെങ്കിലോ? നിങ്ങൾ മിണ്ടുന്നില്ല. നിപ്പ് കണ്ടിട്ട് ആ സാധനം കൂവാൻ പോന്നേ, അത് റെഡിയായിട്ട് നിൽക്കുവോ? 65 ആക്കിയേനെ, ചിക്കൻ 65. പിന്നെ അതിനെ ചട്ടിക്കകത്താക്കും. കയറി ഒറ്റപ്പിടുത്തം പിടിച്ച് അതിനെ ചട്ടിക്കകത്താക്കും, കൂവാൻ അനുവദിക്കത്തില്ല. ഇനി ഇത് കൂവിയില്ലെങ്കിലുള്ള കാര്യം ഓർത്തേ, എന്താ കാര്യം? യേശു അവിടുന്ന് പത്രോസിലേക്ക് പോവാണ്. ബാക്കി നീ യേശു അവിടുന്ന് പറയാ, തംസപ്പ് കാണിക്കുമല്ലോ. ഇപ്പൊ വിക്ടറിയുടെ സിമ്പിൾ ആണല്ലോ തംസപ്പ്. ഇങ്ങനെ ഞാനങ്ങ് പോവാ, കാരണം തലേ രാത്രി പറഞ്ഞ നീ ചെയ്തോണോന്നേ, അപ്പൊ ഞാനങ്ങ് പോവാ. ബാക്കി നമ്മൾ ഇവിടെ നിന്നു, കാരണം കോഴിയുടെ കൂവൽ ആര് കേട്ടില്ല? എന്റെ പ്രാണനാ നിങ്ങൾ, ഞാൻ ഈ സഭയെ സ്നേഹിക്കുന്നു. എന്റെ പ്രാണനാ നിങ്ങൾ, രക്തത്താൽ ചെയ്യാം. ആന്ന് ഇത് ഭംഗിവാക്കല്ല. ഏലപ്പാറയുടെ പ്രാണനാ ദൈവസഭ. ഞാൻ ഈ സഭയെ സ്നേഹിക്കുന്നു. എന്റെ സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ സഹോദരിമാരെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ഫുൾ പറ്റി വെച്ച പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എവിടെയാണോ പറ്റിയത് അവിടെ നിന്ന് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിത്യത പോകും. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറ. മാനസിക ഭാരം വെടിയണം. അത് കുറച്ചൊന്നുമല്ല, സകല ഭാരവും. നിങ്ങൾക്കറിയാമോ, അങ്ങനെ സകല ഭാരവും വെടിഞ്ഞാൽ ഇന്ന് രാത്രി ആത്മാവിൽ കത്തലുണ്ടാവും. ഏലപ്പാറയുടെ പ്രസംഗം ഇവിടെ നിന്നാലും ഭാരമൊന്ന് ഒഴിയട്ടെ, മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഭാരമൊന്ന് മാറട്ടെ. ആലയം കത്താൻ തുടങ്ങും. റിബാല ഷൈഡര ഹന്തർജനാഥന. ഇവിടെ പാട്ടുകാരുടെ കീബോർഡിന്റെ ആവശ്യം വരത്തില്ല. ആരാധനാലയത്തിൽ ഈ കൺവെൻഷന്റെ ഗ്രൗണ്ടിൽ അഗ്നി കത്തും, രക്തത്താൽ ചെയ്യും. ഈ രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് അടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ഈ രാത്രിയിൽ ഒരു വലിയ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. നീ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാമോ? ഇന്ന് രാത്രി മറ്റെന്തിനേക്കാൾ വലുത് നിന്റെ നിത്യതയാണ്. മറ്റെന്തിനേക്കാൾ വലുത് നിന്റെ സ്വർഗരാജ്യ പ്രവേശനമാണ്. നീ ഓടിയിരുന്നു സത്യം, പക്ഷേ നീ നന്നായി ഓടി സത്യം, പക്ഷേ വചനമനുസരിച്ചില്ല. നിന്നെ വചനമനുസരിക്കാതിരിക്കാൻ ആരാ തടഞ്ഞേ? ഈ രാത്രി സ്വർഗരാജ്യ പ്രവേശനം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ രാത്രി പറ, പരിശുദ്ധാത്മാവേ ഈ രണ്ടാമത് രാത്രിയിൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എനിക്കറിയാം ഈ പന്തലിനകത്തിൽ അസാധാരണ ദൈവശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. എനിക്ക് ആത്മാവിന് നല്ല ബോധ്യമുണ്ട്. ഞാനത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ചലിക്കപ്പെടുന്നുണ്ട്. ആരെയോ ദൈവം തൊടുന്നുണ്ട്. മനസ്സിനകത്ത് കനീഭവിച്ച് കിടക്കുന്ന ചില നിരാശയുടെ ഭാരങ്ങൾ, ചില വേദനയുടെ ഭാരങ്ങൾ, ചില നൊമ്പരത്തിന്റെ ഭാരങ്ങൾ ഇന്ന് രാത്രി തമ്പുരാൻ എടുത്തു മാറ്റുക. നിന്റെ അകത്തൊരു ആശ്വാസം സ്വർഗ്ഗം പകരുക. ഈ രാത്രി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ടോ? മനസ്സൊന്ന് റിലാക്സ്ഡ് ആവട്ടെ. ഇന്ന് രാത്രി വെള്ളം ശുദ്ധീകരിക്കുന്ന പോലെ നിന്റെ മനസ്സൊന്ന് ശുദ്ധീകരിക്കട്ടെ. അഭിഷക്തന്മാർ ആ കരങ്ങളെ ഒന്ന് അടിച്ച്, ദൈവചേട്ടൻ നിങ്ങളെ കരമൊന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച്, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, നിന്റെ ഇന്നലകൾ അറിയുന്ന, നിന്റെ ഇന്നിന്റെ അനുഭവങ്ങൾ അറിയുന്ന, നിന്റെ നാളുകൾ അറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ദൂത് തിരിച്ചറിയാൻ കഴിയുന്നു?
നിങ്ങൾ പറയുന്ന അന്യഭാഷ നിങ്ങളുടെ ചെവിയിലെത്തട്ടെ. നിങ്ങൾ പറയുന്ന അന്യഭാഷ നിങ്ങളുടെ ചെവിയിലെത്തട്ടെ. ഇന്ന് രാത്രി ന്യായീകരിക്കാതെ ഈ രാത്രി ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തേ. ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാ, അല്ല നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ഈ രാത്രി ഭാരങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. സകല ഭാരവും അറിയത്തില്ല നിങ്ങൾ ഈ ദൂത് എങ്ങനെ കാണുന്നെന്ന്. ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ ഏലപ്പാടിന് പ്രസംഗിച്ചെന്ന പേരിൽ നിങ്ങൾ ഇത് വിട്ടുകളയുവാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അരുളപ്പാടാ ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടാ ദൈവസഭയിൽ സംസാരിക്കുന്നത്. എനിക്ക് ആത്മാവിൽ നല്ല ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ആ തമ്പുരാന്റെ കരം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. സകല ഭാരവും വെടിയണം. ആമോസ് എന്ന വാക്കിന്റെ അർത്ഥം ഭാരം ചുമക്കുന്നവൻ. ആമോസ് എന്ന വാക്കിന്റെ ഭാരം ചുമക്കുന്നവൻ. ജീവിത ഭാരം ഇടയനായിരുന്നു, പ്ലസ് കാട്ടത്തിപ്പഴം പെറുക്കേണ്ടി വന്നു. ഈ ജീവിത ഭാരമാ, ജീവിത ഭാരം. 2 പ്രവചന ഭാരം. നീ ശരിയല്ലെന്ന് പറയണമെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭാരമുണ്ട്, പ്രവചന ഭാരം. 3 മധ്യസ്ഥത ഭാരം. ഇവർക്ക് വേണ്ടി യാക്കോബിന് എഴുന്നേറ്റ് നിൽക്കുമോ? മധ്യസ്ഥ കണക്കിയ ഭാരം. സ്തോത്രം. എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഭാരത്തിന്റെ കാണിക ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഗുഡ് ബൈ പറയണം. ഈ രാത്രി മടങ്ങി വരണം. അതിനെ ക്യാൻസൽ ചെയ്യണം. ഈ യോഗം ആത്മാവിൽ കത്തണം. രക്തത്താൽ ജയം. ഇത് പ്രതീക്ഷയാണ്, ഇത് കാത്തിരിപ്പാണ്, ഇത് 1 കൊല്ലത്തെ പ്രാർത്ഥനയാണ്. ഈ യോഗത്തിൽ, ഈ കൺവെൻഷനിൽ അസാധാരണമായ ആത്മപകർച്ച ഉണ്ടാവണം. ഇന്ന് രാത്രി ഏൽപ്പിക്കാൻ മനസ്സുള്ളവരുണ്ടോ? പിന്നെ ഓട്ടത്തെ കുറിച്ച് ഇന്നലെ പറഞ്ഞല്ലോ, ദുർനടപ്പ് വിട്ടെന്തയും ഒടുവിൻ. ബൈബിളിനകത്ത് ഒത്തിരി ഓട്ടമുണ്ട് കേട്ടോ. പൗലോസ് ഗലാത്യ സഭയ്ക്ക് പറഞ്ഞു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം. പക്ഷെ സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആര് തടഞ്ഞു? സൂപ്പർ റേസാ. പക്ഷെ സിസ്റ്റം ഫോളോ ചെയ്തില്ല, കൽപ്പന ഫോളോ ചെയ്തില്ല. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ഇത് വിട്ട് ഏത് ദ്രവ്യാഗ്രഹം, ഫിനാൻസ്, ഓടി ഓടി നരകത്തിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പായി ചർച്ച് ഓഫ് ഗോഡ് മാറരുത്. ഇത് നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയാണ്. സ്വർഗരാജ്യത്തെ കുറിച്ച് വ്യക്തമായ വെളിപ്പാട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇല്ല. എന്നിട്ടും അവർ ഈർച്ചവളൽ അറുക്കപ്പെടാൻ വിട്ടുകൊടുത്തു, വാളാൽ കൊല്ലപ്പെടാൻ വിട്ടുകൊടുത്തു, ജടയാടിന്റെ കോലാടിനെ തോൽ ധരിച്ചു. ഒറ്റ റീസണേ ഉള്ളൂ, വല്ല വിധേനയുമായി രാജ്യത്തെ എത്തിപ്പെടണം. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ആരും വിട്ടുപോകരുത്. അന്യഭാഷ പറയാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ അന്യഭാഷ പറയണം. സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം പറയണം. ഇപ്പം നിന്റെ അകത്ത് കിടക്കുന്ന ഭാരത്തിന്റെ കെട്ട് ഇന്ന് രാത്രി അഴിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി നാം ഇവിടുന്ന് മാറണം.